ശരണമന്ത്രങ്ങളുമായി പരമ്പരാഗത കാനന പാതയിലൂടെ അയ്യപ്പ ഭക്തരെ പുണ്യദർശനത്തിനായി ശബരിമലയിലേക്ക് കടത്തിവിട്ടു തുടങ്ങി. രാവിലെ 7:30 വണ്ടിപ്പെരിയാർ സത്രം കാനന പാതയിലൂടെ അയ്യപ്പ ഭക്തരെ ശബരിമല ദർശനത്തിനായി കടത്തിവിട്ടു തുടങ്ങിയത്. 350ഓളം അയ്യപ്പ ഭക്തരാണ് കാനന പാതയിലൂടെ കടന്നു പോകുവാനായി ആദ്യ ദിവസം രജിസ്റ്റർ ചെയ്തത്. ശ്രീ ധർമ്മശാസ്താവിന്റെ കാനനയാത്രയെ അനുസ്മരിക്കും വിധം വന്യമൃഗ സാന്നിധ്യത്തിന് നടുവിലൂടെ കൊടും കാട് കടന്ന് അയ്യപ്പ ദർശനം നടത്തുക എന്നത് രുദ്രാക്ഷമണിഞ്ഞ ഏതൊരു അയ്യപ്പ ഭക്തന്റെയും ആഗ്രഹമാണ്. അതിനാലാണ് പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി ശബരിമല ദർശനത്തിനായി കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ അയ്യപ്പ ഭക്തർ എത്തുന്നത്. രാവിലെ 7:45 സത്രം വഴി അയ്യപ്പ ഭക്തരെ കടത്തിവിട്ടു തുടങ്ങിയത്. ആദ്യമായി വനപാതയിലൂടെ ശബരിമലയിലേക്ക് പോയ അയ്യപ്പ ഭക്തർക്കൊപ്പം സുരക്ഷയ്ക്കായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പുല്ലുമേട് വരെ എത്തിയിരുന്നു. പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് കാനനപാതയിലൂടെ അയ്യപ്പ ഭക്തരെ കടത്തിവിട്ടു തുടങ്ങിയത്. എത്ര തിരക്ക് വന്നാലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതായും പ്ലാസ്റ്റിക് മുക്ത കാനനപാതയാണ് ലക്ഷ്യമെന്നും പെരിയാർ കടുവ സങ്കേതം വെസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സന്ദീപ് പറഞ്ഞു. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കുടിവെള്ളം, പിന്നെ മെഡിക്കൽ സൗകര്യം, അയ്യപ്പന്മാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ കൊടുക്കാനുള്ള വൈദ്യസഹായത്തിനുള്ള ഏർപ്പാട്, ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വന്യമൃഗ സാന്നിധ്യം നേരത്തെ മനസ്സിലാക്കി അതിനുള്ള വേണ്ടത്ര മുൻകരുതൽ എടുക്കുന്നതിനുള്ള ടീമുകളെ എല്ലാം തന്നെ നമ്മുടെ ഈ സത്രം മുതൽ സന്നിധാനം വരെയുള്ള എല്ലാ സ്ഥലത്തും വിന്യസിച്ചിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ സത്രത്തിൽ അയ്യപ്പ ഭക്തർക്ക് ഒരുക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ പറഞ്ഞു. കഴിഞ്ഞ ഏത് കാലത്തെ അപേക്ഷിച്ചും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പുമെല്ലാം സർവസജ്ജമായി ഇവിടെ നിലകൊള്ളുന്നുണ്ട്. പാസ് എടുത്ത് സ്വാമിമാർക്ക് ഇതുവഴി പോകാവുന്നതാണ്. ഇവിടെ ആകെയുള്ള ഒരു പരിശോധന എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കുമായിട്ട് ആരെങ്കിലും എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ്. അത് ഒഴിവാക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പൊതുവെ എല്ലാവിധമായ ഒരുക്കങ്ങളും നല്ല നിലയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അതേപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം കുറെ കൂടി മെച്ചപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് നടപടികൾ നീക്കിവരികയാണ്. സത്രം വഴി 300ഓളം അയ്യപ്പ ഭക്തരാണ് ആദ്യ ദിവസത്തിൽ കടന്നുപോയത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കാനനപാതയിൽ 7ഓളം കേന്ദ്രങ്ങളിൽ അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.